നമസ്കാരം. എനർജി ടോക്ക് വിത്ത് EMCയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ എനർജി ടെക്നോളജിസ്റ്റ് ശ്രീ അനൂപ് സുരേന്ദ്രനാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം അംഗൻ ജ്യോതി പദ്ധതിയെക്കുറിച്ചാണ്. എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ തുടക്കമിടുകയും ഇന്ത്യയിലുടനീളം ഒരു മാതൃകാ പദ്ധതിയായി വ്യാപിപ്പിക്കപ്പെടുകയും ചെയ്ത പദ്ധതിയാണ് അംഗൻ ജ്യോതി. അംഗൻ ജ്യോതി പദ്ധതിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. ഊർജ്ജക്ഷമതയുള്ള പാചക ഉപകരണങ്ങളും സൗരോർജ്ജ പാനലുകളും അംഗൻ ജ്യോതി പദ്ധതിയുടെ ഭാഗമായി എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ കേരളത്തിലെ അങ്കണവാടികളിൽ നൽകിക്കഴിഞ്ഞു. ഈ ഒരു പ്രവർത്തനം ഒരു സാമൂഹിക മുന്നേറ്റമായി അല്ലെങ്കിൽ ഊർജ്ജ പരിവർത്തനത്തിൻ്റെ ഒരു പ്രധാന ഘടകമായി എങ്ങനെ മാറുന്നുവെന്ന് ഒന്ന് വിശദീകരിക്കാമോ? നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കഴിഞ്ഞ ഒരു 2-3 കൊല്ലമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പദ്ധതിയാണ് അംഗൻ ജ്യോതി. ആ പദ്ധതിയെ പറ്റിയിട്ടാണ് ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്നത്. അംഗൻ ജ്യോതിയുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് അവിടെ എങ്ങനെ ഇടപെടാമെന്ന് ആലോചിച്ചപ്പോൾ ഏറ്റവും നമുക്ക് തോന്നിയ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവിടുത്തെ നിലവിലുള്ള പാചകം. നമുക്കറിയാം, നമുക്ക് അംഗൻവാടികൾ പ്രവർത്തന സമയമെന്ന് പറഞ്ഞാൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയാണ്. അപ്പോൾ ആ ഒരു സമയമെന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ പറയുന്ന ഓഫ് പീക്കായിട്ടുള്ള സമയമാണ്. അപ്പോൾ ഓഫ് പീക്ക് സമയത്തിന് അലൈൻ ചെയ്ത് വരുന്ന സമയമാണ് അംഗൻവാടികൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് അവിടുത്തെ പാചകത്തെ നമുക്ക് വൈദ്യുത പാചകത്തിലേക്ക് മാറ്റാൻ സാധിച്ചുകൂടാ? അത് ഒരു ചർച്ചാ വിഷയമാവുകയും ആ ഒരു ത്രെഡിന്മേലാണ് അംഗൻ ജ്യോതി എന്ന പദ്ധതി ഉത്ഭവിക്കുകയും ചെയ്തത്. അപ്പോൾ ഈ പദ്ധതിയിൽ നമ്മളൊരു വലിയ രീതിയിലാണ് കാണുന്നത്. 33,000-ഓളം അംഗൻവാടികളാണ് നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുള്ളത്. അപ്പോൾ ആ അംഗൻവാടികളിലെ പാചകത്തെ നമുക്ക് ഇപ്പോൾ നിലവിലുള്ളത് LPGയോ അല്ലെങ്കിൽ വിറകടുപ്പോ ഉപയോഗിച്ചുകൊണ്ടുള്ള പാചകമായിരിക്കും ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പാചകത്തെ നമുക്ക് വലിയ രീതിയിൽ ഇലക്ട്രിക് കുക്കിങ്ങിലേക്ക് മാറ്റാൻ സാധിച്ചാൽ അത് നമ്മുടെ സംസ്ഥാന സർക്കാരിനെ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും ഒരു നയത്തിന് ഒരു മുന്നേറ്റമായി മാറുമെന്ന് EMC കണക്കാക്കുകയും അങ്ങനെയാണ് അംഗൻ ജ്യോതി പദ്ധതി ഉത്ഭവിക്കുകയും ചെയ്തത്. അപ്പോൾ ഈ പദ്ധതിയിൽ നമ്മൾ അവിടെയുള്ള നിലവിലുള്ള പാചകം LPG പാചകത്തെ മാറ്റിക്കൊണ്ട് അവിടെ ഇലക്ട്രിക് കുക്കിങ്ങിലേക്ക് കൊണ്ടുവരികയും അപ്പോൾ അതുവഴി അവിടെ നമ്മൾ ഇൻഡക്ഷൻ ഹോബ് കൊടുക്കുന്നുണ്ട്. ആ ഇൻഡക്ഷൻ ഹോബിന് അനുയോജ്യമായിട്ടുള്ള 6ഓളം തരം പാത്രങ്ങൾ നമ്മൾ അംഗൻവാടികൾക്ക് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ചൂടാറപ്പെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് ആ പാചകത്തെ പൂർണ്ണമായി ഈ പറയുന്ന ഓഫ് പീക്ക് സമയത്തുള്ള ആ ഒരു നമുക്ക് ആവശ്യമുള്ള വൈദ്യുതി ഉള്ള സമയത്തുള്ള ആ ഒരു ഇതിനെയും കൂടെ അഡ്വാൻറ്റേജിനെയും കൂടെ മുതലെടുത്തുകൊണ്ട് നമുക്ക് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. അതാണ് സംഭവിച്ചത്. പിന്നെ അവിടെ മാത്രം നിന്നില്ല. നമുക്കറിയാം, ഗോ ഇലക്ട്രിക് ക്യാമ്പയിൻ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ക്യാമ്പയിൻ EMC ആണ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത്. അപ്പോൾ ആ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇലക്ട്രിക് കുക്കിങ്ങിനോടൊപ്പം തന്നെ എന്തുകൊണ്ട് വൈദ്യുത വാഹനങ്ങളുടെ പ്രൊമോഷൻ കൂടെ നടത്തിക്കൂടാ ഈ ഒരു അംഗൻ ജ്യോതിയിൽ കൂടെ തന്നെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ അംഗൻവാടികളിൽ ഈ പറയുന്ന വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചാർജിങ് പോയിൻറ്റ്, നമുക്ക് ഫണ്ടിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് അതുപോലെ തന്നെ ഇലക്ട്രിക് സൈക്കിളുകൾ നൽകി അങ്ങനെയുള്ള ഒരു പ്രവർത്തനവും ഈ അംഗൻ ജ്യോതിയുടെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനോടൊപ്പം നമുക്ക് പറ്റാവുന്ന സ്ഥലങ്ങളിലെല്ലാം 2 കിലോവാട്ടിൻ്റെ സോളാർ PV സിസ്റ്റവും നമ്മൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമാക്കി വെച്ചിട്ടുണ്ട്. നിലവിൽ നമ്മൾ കഴക്കൂട്ടം നിയോജകമണ്ഡലം, സംസ്ഥാനത്തെ കഴക്കൂട്ടം നിയോജകമണ്ഡലത്തിലെ 196ഓളം അംഗൻവാടികളിൽ ഈ പദ്ധതി ഒരു ഘട്ടം നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞു. അവിടെ എല്ലാവർക്കും നമ്മൾ ഇൻഡക്ഷൻ ഹോബും പാത്രങ്ങളും നൽകി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അടുത്ത ഘട്ടമായിട്ട് ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ മണ്ഡലമായിട്ടുള്ള ചിറ്റൂർ നിയോജകമണ്ഡലത്തിൽ 226 അംഗൻവാടികളിൽ നമ്മൾ ഈ ഒരു പദ്ധതിയുടെ ഒരു അടുത്ത ഫേസായിട്ട് നമ്മൾ നടപ്പിലാക്കി. അതിനുശേഷം അവിടെ സോളാറിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും പല ഏജൻസികൾ വഴി നമ്മൾ നടത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ നവകേരളം കർമ്മ പദ്ധതിയുമായി ചേർന്നുകൊണ്ട് 91ഓളം പഞ്ചായത്തുകളുണ്ട്. നവകേരളം കർമ്മ പദ്ധതിയുടെ ഈ പറയുന്ന നെറ്റ് സീറോയ്ക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 90ഓളം പഞ്ചായത്തുകളുണ്ട്. ആ പഞ്ചായത്തുകളിൽ ഇത് നടപ്പിലാക്കണമെന്ന് ഈ പറയുന്ന നമ്മൾ നവകേരളം കർമ്മ പദ്ധതിയായിട്ട് സംസാരിക്കുകയും അവരുടെ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആ 91 പഞ്ചായത്തുകളിലെ 2384ഓളം അംഗൻവാടിയിലും ഈ പദ്ധതി വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3000-3000 അംഗൻവാടികൾ നിലവിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു പദ്ധതിയുടെ ഒരു
ഫസ്റ്റ് ഫേസ് എന്നുള്ള രീതിയിലെങ്കിലും നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. താങ്കളുടെ അഭിപ്രായത്തിൽ ഊർജ്ജ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ഒരു വിശാല കാഴ്ചപ്പാടിനെ അംഗൻജ്യോതി പദ്ധതി എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് ഒന്ന് വിശദീകരിക്കാമോ? 2050 നെറ്റ് സീറോ കൈവരിക്കാനുള്ള പ്രയത്നത്തിലാണ് നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പല മേഖലകളിലും ഈ പറയുന്ന നെറ്റ് സീറോ കാർബൺ എമിഷന് വേണ്ടിയിട്ടുള്ള നടപടികൾ മുന്നോട്ട് പോവുകയാണ്. അതിപ്പോൾ വ്യാവസായിക മേഖലയാകട്ടെ, അതേപോലെ തന്നെ കെട്ടിട മേഖലയാകട്ടെ, കൊമേഴ്ഷ്യൽ മേഖലയാകട്ടെ, ഇവിടെ എല്ലാം അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള പല പദ്ധതികളും പല നിയമങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ അധികം ഇടപെടൽ നടക്കാൻ സാധ്യതയില്ലാത്തൊരു മേഖലയായിരിക്കാം ഈ പറയുന്ന സ്കൂളുകളും അതേപോലെ തന്നെ ഈ പറയുന്ന അംഗൻവാടികളുമെല്ലാം. അപ്പോൾ ആ മേഖലയിൽ ഈ നമ്മുടെ നെറ്റ് സീറോയുടെ ആ ഒരു ഇനിഷ്യേറ്റീവ് അംഗൻജ്യോതി പദ്ധതി വഴി നമുക്ക് കൊണ്ടുവരിക വഴി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആ ഒരു എയിം അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു അംഗൻജ്യോതി പദ്ധതിയുടെ ഒരു രണ്ടാമത്തെ സെക്കൻഡറി ആയിട്ടുള്ളൊരു മുന്നേറ്റവും കൂടെ പറയാം. ഇപ്പോൾ ഈ നമ്മൾ അംഗൻവാടികളെ സത്യം പറഞ്ഞാൽ ഈ അംഗൻവാടികൾ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. ഒരു ലൊക്കാലിറ്റിയിൽ ചിലപ്പോൾ ഒരു പഞ്ചായത്തിലോ 10-20 അംഗൻവാടികളുണ്ടാവും. അപ്പോൾ ആ അംഗൻവാടികൾ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും അവിടുത്തെ കുട്ടികൾ, അതുപോലെ തന്നെ അവിടുത്തെ ഗർഭിണിയായിട്ടുള്ള സ്ത്രീകളൊക്കെ അവരുടെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അംഗൻവാടികൾ. അപ്പോൾ ഒരു പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വാർഡിൻ്റെയൊക്കെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസ് ആയിരിക്കും അംഗൻവാടി എന്ന് പറയുന്നത്. അപ്പോൾ അംഗൻവാടീനെ നമുക്ക് നെറ്റ് സീറോയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അതൊരു എക്സ്പീരിയൻസ് സെൻ്ററാക്കി മാറ്റുകയാണ്. അത് ആ ലൊക്കാലിറ്റിയിലുള്ള എല്ലാവർക്കും പോയി കാണാനും മനസ്സിലാക്കാനും ഇത് ചെയ്താൽ നമ്മുടെ വീടുകളിലേക്ക് നമുക്കതിൻ്റെ ഒരു മാതൃക കൊണ്ടുവരാനും സാധിച്ചാൽ അത് ഒരു വലിയ ഒരു മാറ്റം തന്നെയായിരിക്കുമെന്നാണ് EMC വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ഒരു മാറ്റം അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജനങ്ങളിൽ കൂടുതൽ അവബോധം കൂടി ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ആ അവബോധം കൂടിയാണ് അംഗൻജ്യോതി വഴി വരുന്നത്. അത് നെറ്റ് സീറോയ്ക്ക് കൂടുതൽ ഒരു വലിയൊരു ഉത്തേജകമായിട്ടുള്ളൊരു പ്രവർത്തനമായി മാറുമെന്ന് വിശ്വസിക്കുന്നു. അതുവഴി കൂടുതൽ ജനങ്ങളിലേക്ക് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നെറ്റ് സീറോ, രാജ്യത്തിൻ്റെ നെറ്റ് സീറോ ലക്ഷ്യങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുകയും കൂടുതൽ ജനകീയമായിട്ടുള്ള ഇടപെടലുകൾ നമ്മുടെ വീടുകൾ തൊട്ട് മൈക്രോ ലെവലിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു മാക്രോ സ്റ്റേറ്റ് ലെവലിലേക്ക് വലിയൊരു ഇടപെടലായി മാറുകയും ചെയ്യും. കാരണം നമ്മുടെ കേരളത്തിൻ്റെ ഈ പറയുന്ന വൈദ്യുത ഉപഭോഗത്തിൻ്റെ 50% ഗാർഹിക മേഖലയിലാണ് ഉള്ളത്. അപ്പോൾ ഇത് ഈ എക്സ്പീരിയൻസ് സെൻ്ററായി മാറുമ്പോൾ തന്നെ നമ്മുടെ ഇടപെടൽ അത് വലിയ രീതിയിലേക്ക് മാറുകയും അത് നമ്മുടെ സംസ്ഥാനത്തിന് വലിയൊരു മുതൽക്കൂട്ടാവുകയും ചെയ്യുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ അംഗൻവാടി നമ്മൾ ഒരു കണക്കെടുത്തപ്പോൾ അംഗൻജ്യോതി പദ്ധതി നമ്മുടെ നെറ്റ് സീറോയ്ക്ക് എങ്ങനെ ഉത്തേജകമാകുമെന്ന് ആലോചിച്ചപ്പോൾ നമ്മൾ റഫായിട്ടൊരു കാൽക്കുലേഷൻ എടുത്തപ്പോൾ നമുക്ക് 64,000 ടൺ കാർബൺ ബഹിർഗമനം കുറയ്ക്കാൻ സാധിക്കും. 33,000 അംഗൻവാടികളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. അതുവഴി 64,000 ടൺ കാർബൺ ബഹിർഗമനം കുറയ്ക്കാൻ സാധിക്കും. LPGയിൽ നമുക്ക് ഓൾമോസ്റ്റ് 29 കോടി രൂപയുടെയും വൈദ്യുതി ചെലവിൽ 13 കോടി രൂപയുടെയും പ്രതിവർഷം ലാഭിക്കാൻ നമുക്ക് സാധിക്കും. സൗരോർജ്ജത്തിലുള്ള മുഴുവൻ സമയ ഊർജ്ജ ലഭ്യത നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് 2-3 വീലറുകൾ 33,000 അംഗൻവാടികളിൽ അതിനെ ബന്ധപ്പെട്ട ഇലക്ട്രിക് ചാർജിങ് പോയിൻറ്റുകൾ പ്രതിവർഷം 21 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി 3,761 ടൺ LPG നമുക്ക് ലാഭിക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് കാർബൺ രഹിത ഊർജ്ജ സ്വയം പര്യാപ്തതയുള്ള ഒരു വലിയൊരു ആശയത്തെ നമുക്ക് വിദ്യാർത്ഥികളിലും കുഞ്ഞു കുട്ടികളിലും അതുവഴി നമുക്ക് ജനങ്ങളിലേക്കും കൂടുതൽ ഇടപെടൽ നടത്താൻ സാധിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. എനർജി ടോക്ക് വിത്ത് EMC അറിവിന് ഊർജ്ജം പകരാം. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററിൻ്റെ YouTube ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. താങ്ക് യു.